ഡിസ്ക് ബൾജ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. ഇതിൻ്റെ നോർമൽ സിംറ്റംസ് കഴുത്ത് വേദന, നടുവേദന, കൈകാലിലേക്ക് കടച്ചൽ, വലിച്ചൽ, തരിപ്പ്, ബലക്കുറവ് ഇതൊക്കെയാണ്. സാധാരണമായി അത് കുറച്ച് മെഡിസിൻസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി വെച്ച് ശരിയാവുന്നതാണ്. അതല്ലാണ്ട് ചില ആൾക്കാർക്ക് സർജറി വേണ്ടി വരാറുണ്ട്. ഇപ്പം സർജറി കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സേഫായിട്ടും സോഫിസ്റ്റിക്കേറ്റഡ് ആയ ലേറ്റസ്റ്റ് ആയ കീ ഹോൾ സർജറി പ്രൊസീജിയേഴ്സ് ഉണ്ട്. എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമീസ്. എന്താണ് ഈ എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി? ഇതിൽ നമ്മൾ ചെയ്യുന്നത് ചെറിയ ട്യൂബുകൾ കടത്തി വിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവുന്നത് ക്യാമറ, ഹൈലി മാഗ്നിഫൈഡ് ക്യാമറ, ലൈറ്റ്സോ, ഇറിഗേഷൻ ഫെസിലിറ്റി വെച്ച് നമ്മൾ നാവിഗേറ്റ് ചെയ്തിട്ട് ആ പത്തോളജിക്കൽ, അതായത് സ്ലിപ്ഡ് ഡിസ്കിൻ്റെ അടുത്ത് പോയി ആ ഫ്രാഗ്മെൻറ്റ് മാത്രം സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഇൻസ്ട്രുമെൻറ്റ് വഴി അതെടുത്ത് കംപ്രഷൻ നീക്കം ചെയ്യുന്നത്. ഇത് വളരെ ചെറിയ പ്രൊസീജിയർ ആയതുകൊണ്ട് നമുക്ക് സെയിം ഡേ അല്ലെങ്കിൽ 1 ഡേ അഡ്മിഷൻ ആയിട്ട് ചെയ്തിട്ട് പോകാവുന്നതേ ഉള്ളൂ. സർജറി കഴിഞ്ഞാൽ സെയിം ഡേ തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നടത്തിക്കാൻ പറ്റും. ചെറിയ ഇൻസിഷൻ ആയതുകൊണ്ട് നെഗ്ലിജിബിൾ ലോസ് ആയിരിക്കും ബ്ലഡിൻ്റെ, ചെറിയ സ്കാർ ആയിരിക്കും. ഫോളോ അപ്പിൽ ആൾമോസ്റ്റ് സ്കാറിൻ്റെ ഇത് കാണാനുണ്ടാവില്ല. പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റും. സോ ഡിസ്ക് ബൾജ് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാറുന്നില്ലെങ്കിൽ ഈ ചെറിയ പ്രൊസീജിയർ കൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്താവുന്നതാണ്.